നിയമസഭയിൽ 3 MLA-മാരെ നേടിയതിന്റെ ആവേശത്തിൽ BJP. വിജയം വൻ നേട്ടമാണെന്ന് BJP-യിൽ വിലയിരുത്തൽ. സംസ്ഥാനത്ത് BJP ഇന്ന് ആഹ്ലാദ പ്രകടനം നടത്തും. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലാണ് BJP അക്കൗണ്ട് തുറന്നത്. എന്നാൽ സംസ്ഥാനത്ത് ആകെ നേടിയ വോട്ട് വിഹിതത്തിൽ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് BJP-യെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. 3 മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോഴും വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയ മഞ്ചേശ്വരം, പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിലെ A+ മണ്ഡലങ്ങളിലെ തോൽവി BJP-ക്ക് വൻ തിരിച്ചടിയാണ്. അതേസമയം ഘടകകക്ഷികളായ 2020, BDJS എന്നിവയ്ക്കും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJP-ക്ക് സ്വാധീനമുണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിലടക്കം വൻ തിരിച്ചടിയാണ് നേരിട്ടത്. 2020-യുടെ സ്വന്തം തട്ടകമായ കുന്നത്തുനാട്ടിലും 3-ാം സ്ഥാനത്താണിവർ. തൃപ്പൂണിത്തുറ അടക്കം 19 സീറ്റുകൾ നൽകിയതിൽ പാർട്ടിയിൽ വിമർശനമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ BJP വിശദമായി വിലയിരുത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങൾ 2020-ക്ക് നൽകിയത് BJP-യിലടക്കം ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാരെയാണ് BJP നേടിയത്. ഇതിന്റെ ഒരു ആഹ്ലാദ പ്രകടനം ഉണ്ടെങ്കിലും ഈ ഒരു A+ മണ്ഡലങ്ങളടക്കം കൈവിട്ടു പോയ ഒരു സാഹചര്യമുണ്ട്. ഇതടക്കം വിലയിരുത്താനായിരിക്കും ഇനി BJP-യുടെ നീക്കം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും BJP-യെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് കേരളത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. 3 മണ്ഡലങ്ങൾ അവർക്ക് നേമത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അക്കൗണ്ട് വീണ്ടും രാജീവ് ചന്ദ്രശേഖറിലൂടെ തുറക്കാൻ കഴിഞ്ഞു. അതിനു പുറമെ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ ചാത്തന്നൂർ മണ്ഡലത്തിലും അക്കൗണ്ട് തുറക്കാൻ BJP-ക്ക് കഴിഞ്ഞു. അങ്ങനെ 2 മണ്ഡലങ്ങളിൽ കൂടി പുതിയതായി അക്കൗണ്ട് തുറന്നതിനൊപ്പം പൂട്ടിപ്പോയ നേമത്തെ അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞു. അങ്ങനെ 3 BJP വിജയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവരെ സംബന്ധിച്ച് ഒരു ചെറിയ നേട്ടമല്ല. കാരണം ഒരു സീറ്റിൽ നിന്നും 3 എന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതൊരു വലിയ നേട്ടമായി തന്നെയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിനിടയിലും ഒരു ആശങ്ക എന്ന് പറയുന്നത് BJP ഇത്തവണ കുറെ കൂടി മികച്ച ഒരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങൾ A+ എന്ന കാറ്റഗറിയിൽ ചില മണ്ഡലങ്ങൾ BJP ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മഞ്ചേശ്വരവും പാലക്കാടും തൃശ്ശൂരും ഒക്കെയാണ്. പക്ഷേ അവിടെ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാട്, അതുപോലെ തന്നെ K. സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് നമുക്കറിയാം കഴിഞ്ഞ തവണ 745 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിനാണ് അവിടെ മുസ്ലിം ലീഗിന്റെ AK മഷ്റഫ് ജയിച്ചു കയറിയത്. അന്ന് അത് പിന്നീട് കോടതി കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവിടെ വലിയ പ്രതീക്ഷ BJP പുലർത്തിയിരുന്നു. പക്ഷേ അവിടെ വോട്ട് നല്ല രീതിയിൽ ബാധിക്കുകയും അവിടെ ഭൂരിപക്ഷം AK മഷ്റഫിന്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു. BJP-യെ സംബന്ധിച്ച് അത്തരമൊരു തിരിച്ചടി അവിടെ നിന്നവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ശക്തി കേന്ദ്രമായ മഞ്ചേശ്വരത്ത് ആ ഒരു തിരിച്ചടി ഉണ്ടായത് BJP-യെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. പാലക്കാടും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പാലക്കാട് വിജയം ഉറപ്പിച്ചിരുന്ന ഒരു സീറ്റാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. തുടക്കം മുതൽ തന്നെ ഇന്നലെ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വലിയ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നത്. BJP അവിടെ വിജയവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2-ാം സ്ഥാനത്തെത്തിയിരുന്ന മണ്ഡലമാണ്. ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ആ മണ്ഡലത്തിലും ഇന്നലെ വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ BJP-ക്ക് ആകെ ഒരു MP ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ ആ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. പക്ഷേ അവിടെയും BJP-ക്ക് വൻ തിരിച്ചടി ഉണ്ടായി. BJP-യുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് BJP പറയുന്ന ആ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും BJP-ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ
BJP പ്രതീക്ഷിച്ചിരുന്ന പോലെയുള്ളൊരു വിജയമോ അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്തുന്ന ഒരു പ്രകടനമോ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വോട്ട് വിഹിതത്തിൽ അത് വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായതും സാധാരണ അത് വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോയതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ BJPക്ക് മുന്നിലുണ്ട്. അത് വരും ദിവസങ്ങളിൽ BJP വിലയിരുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനോടൊപ്പം ഉള്ള മറ്റൊരു കാര്യം ഈ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടാണ്. ഇത്തവണ ഘടകകക്ഷികൾ 2020 ഇത്തവണയാണ് NDAയ്ക്കൊപ്പം ചേർന്നത്. നമുക്കറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കുന്നത്തുനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. പഞ്ചായത്തും അതുപോലെ തന്നെ ഒന്നിലേറെ പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020 എന്ന് പറയുന്നത്. പക്ഷെ 2020യെ പാർട്ടിയിൽ എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ മുന്നണിയിൽ എടുത്തതുകൊണ്ട് ഒരു ചലനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കുന്നത്തുനാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന തൃപ്പൂണിത്തുറയിലാണെങ്കിലും പെരുമ്പാവൂരിലാണെങ്കിലും ഒക്കെ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ 2020ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല 19 സീറ്റുകളാണ് 2020ക്ക് ഇത്തവണ മത്സരിക്കാനായി വിട്ടു നൽകിയത്. അതിൽ പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറ സീറ്റാണ്. തൃപ്പൂണിത്തുറ നമുക്കറിയാവുന്നതുപോലെ BJP ഭരിക്കുന്ന നഗരസഭയാണ് അവിടെയുള്ളത്. ആ അത്തരത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തൃപ്പൂണിത്തുറ. അവിടെ വലിയ രീതിയിലുള്ള തോൽവി മുന്നണിക്ക് നേരിട്ടു. ആ സീറ്റ് വിട്ടുകൊടുത്തതിലൊക്കെ വലിയ അമർഷം നേരത്തെ തന്നെ മുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതെല്ലാം പരിശോധിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ BDJS ഇത്തവണ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതിൽ വലിയ രീതിയിലുള്ള പരാജയത്തിലാണ് BDJSന് സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഘടകകക്ഷികളുടെ കാര്യവും വരും ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യും. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കൂടെ നിർത്തുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചു. പ്രത്യേകിച്ച് തിരുവല്ലയിലൊക്കെ അനൂപ് ആന്റണി ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെയും പരാജയപ്പെടുന്ന കാഴ്ചയാണ് വ്യക്തമാണ്. എന്തായാലും നിയമസഭയിൽ 3 MLA-മാരെ നേടിയതിന്റെ ആവേശത്തിൽ തന്നെയാണ് BJP ഉള്ളത്. ഇനി A+ മണ്ഡലങ്ങളടക്കം കൈവിട്ട് പോയതിന്റെ അടക്കം കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള ആയിരിക്കും ഇനി BJP പരിശോധിക്കുക. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ